ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു പരിപ്പ് പുളിയാണ്. പരിപ്പ് പുളിക്ക് ഞാൻ പരിപ്പ് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. നന്നായി വേവിച്ചിട്ട് ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ലൂസായിട്ട് ഇരിക്കുക. അതിൻ്റെ പരിപ്പ് നന്നായി വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 4 വറമുളക് എടുത്തിട്ടുണ്ട്. ഈ 4 വറമുളകും ഈ ഉള്ളി ഒരു 10 ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി. ഇതിന് നന്നായിട്ടൊന്ന് അരയ്ക്കണം. അപ്പം ഇതൊന്ന് അടുപ്പിൽ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് വെക്കാം. കുറച്ച് പുളി ഒഴിക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് പുളിവെള്ളം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് നല്ല ലൂസായി കലക്കിയിട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒഴിക്കേണ്ടത്. ലൂസായിട്ടേ ഇരിക്കുള്ളൂ, പരിപ്പ് പുളി നല്ല ലൂസായിട്ടേ ഇരിക്കുള്ളൂ. ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിടാം. ഒരു 3/4 സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് അറിയാം എത്ര വേണ്ട ഉപ്പെന്ന് അറിയാമല്ലോ. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിൽ വേറെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഈ മുളകും ഉള്ളിയും കൂടെ ഒന്ന് അരച്ചിട്ട് വരാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഇത് തിളയ്ക്കുമ്പോഴേക്കും ഞാനിതൊന്ന് നന്നായിട്ട് അരച്ചിട്ട് വരാം. നന്നായി അരച്ചിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കുക. ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച ശേഷം നമുക്കിത് വരാം. നന്നായിട്ട് മഞ്ഞൾപ്പൊടി, പുളി, ഉപ്പ്. എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇത് ലൂസായിട്ടേ ഇരിക്കുള്ളൂ. ഞാൻ ഈ അരച്ചത് അതിലേക്ക് ഇടുന്നുണ്ട്. നമുക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് ഇട്ടാൽ മതി. നമ്മുടെ കറിക്ക് എത്ര വേണം അതിനുള്ള മുളക് ഇട്ടാൽ മതി. നന്നായി ഇളക്കി കൊടുക്കുക. ഇവിടെ ഒന്നും ആവശ്യമില്ല. തക്കാളിയോ ഒന്നും ഇടില്ല. അത് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കും. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായി തിളച്ചു. നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പില ഇടാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാനിത് ഇറക്കി വയ്ക്കുന്നുണ്ട്. ഇറക്കി വെച്ച ശേഷം ഇതിനെ ഒന്ന് താളിക്കാം. കരണ്ടി വയ്ക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇത് കാഞ്ഞിട്ട് കടുകിടാം. എണ്ണ ഒന്ന് ചൂടായിട്ട് കടുകിട്ട് കൊടുക്കുക. എണ്ണ ചൂടായി കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടിയ ശേഷം ഒരു വറമുളക് പൊട്ടിച്ച് താളിക്കും. സിമ്പിളായിട്ട് നമുക്ക് വേഗം പരിപ്പ് വേവിച്ച് കഴിഞ്ഞാൽ പൊടി ഒത്തിരി ഒഴിക്കുക. ഒരു വറമുളകും ഉള്ളിയായിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് ആയി താളിച്ച് കൂട്ടിയ പരിപ്പ് പുളി റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പുളി. ഈ പരിപ്പ് പുളി നമുക്ക് വേറെ 2 ഐറ്റം കൂടെ ഇത് പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ 2 ഐറ്റം കൂടെ ഉണ്ടാക്കാം. പക്ഷെ ഇതിൻ്റെ തെളി മാത്രം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് രസം ഉണ്ടാക്കാം. പക്ഷെ ഇതിൻ്റെ അടിഭാഗം എടുത്തിട്ടുണ്ട് വെച്ചാൽ സാമ്പാറിലേക്ക് എടുക്കാം. ഞാനിവിടെ ഇപ്പോൾ പരിപ്പ് പുളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ മാറ്റിയിട്ട് ഞാൻ സാമ്പാറും രസവും കാണിച്ചു തരാം. എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതൊക്കെ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. പരിപ്പ് പുളി ഇഷ്ടപ്പെട്ടില്ല വെച്ചാൽ നമുക്ക് സാമ്പാർ മാതിരിയാക്കാം, രസമാക്കാം. കടുക് പൊട്ടി 2 വറമുളക് ഇട്ടിട്ടുണ്ട്. കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഒന്ന് താളിച്ചെടുക്കാം. പരിപ്പ് പുളി റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഞാൻ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ഒരു കഷ്ണം ഇളവൻ, ഒരു കഷ്ണം മത്തൻ, ഒരു കത്തിരിക്ക അത് മാത്രം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. കഷ്ണം വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇതൊന്ന് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിടാം.
കഷ്ണത്തിനുള്ള ഉപ്പ്. ഒക്കെ വേഗം വേകുന്ന സാധനമാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് തക്കാളി ഇടും. പുളി ഒഴിക്കണില്ല, ഇതിൽ പുളിയുള്ള കാരണം ഞാൻ പുളി അങ്ങനെ ഒഴിക്കണില്ല. കുറച്ച് തക്കാളി ഇടാം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കും. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു പിടി തേങ്ങ എടുത്തിട്ട് വെറും തേങ്ങ മാത്രം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഒരു വെറും തേങ്ങ. ഒന്നും കൂടെ അടച്ചിട്ട് ഒന്ന് വേകാൻ വയ്ക്കാം. അപ്പോഴേക്കും ഞാൻ രസത്തിനുള്ളത് എന്തൊക്കെ ഇടണമെന്ന് പച്ച അരച്ച രസമാണ്. അതിന് ഒരു വറമുളക്, കുരുമുളക്, വെളുത്തുള്ളി, ജീരകം, കൊത്തമല്ലി, തോരൻപരിപ്പ്, ഒരു ഉള്ളി, ചെറിയ ഉള്ളി. അതിൻ്റെ കൂടെ ഞാൻ മല്ലിയില കുറച്ചിട്ടിട്ട് മല്ലിയില കുറച്ചിട്ടിട്ട് അരയ്ക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പിലയും കുറച്ച് മല്ലിയില ഇട്ടിട്ട് അരയ്ക്കുന്നുണ്ട്. പച്ച അരച്ച രസമാണ്. ഞാൻ പരിപ്പ് വെള്ളം ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ മേലത്തെ പരിപ്പ് വെള്ളം ഞാൻ പരിപ്പ് വെള്ളം കുറച്ച് ഞാൻ രസത്തിന് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിൻ്റെ തെളി മാത്രം രസത്തിന്. ഇതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോഴേക്കും ഈ കഷ്ണം ഒന്ന് വേവും. പരിപ്പ് വെള്ളയുടെ കുറച്ച് പരിപ്പ് വെള്ളം ഇതങ്ങനെ ആദ്യത്തേത് രസത്തിന് കുറച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പരിപ്പ് വെള്ളയുടെ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് പരിപ്പ് പുളിക്ക്. ഇതങ്ങനെ മാറ്റി വെച്ചു. ഇനി ഇതിലേക്കുള്ള പരിപ്പ് ഇതാ താഴെ ഭാഗത്തത്തെ പരിപ്പുണ്ട്. അങ്ങനെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തു. തക്കാളി ഇതൊക്കെ വെന്തിട്ടുണ്ട്, കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ സാമ്പാർ പൊടി ഇടാം. ഒന്ന് താത്തി വയ്ക്കാം. നമുക്ക് എളുപ്പത്തിൽ മൂന്നും റെഡിയായി. സാമ്പാർ പൊടി ഞാനിവിടെ വറുത്ത് പൊടിച്ച് വെച്ചതാണ് സാമ്പാർ പൊടി. അതായത് ഞാൻ 3 സ്പൂണ് സാമ്പാർ പൊടി ഇടുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൽ പുളിയുള്ള കാരണം ഒഴിക്കണില്ല. നമുക്ക് നോക്കിയിട്ട് പുളിവെള്ളം വാങ്ങി നമുക്ക് കുറച്ച് ഒഴിക്കാം. ഇത് നന്നായി തിളക്കട്ടെ. അതിൻ്റെ കൂടെ തേങ്ങ അരച്ചതുണ്ട്, അതും ചേർത്ത് കൊടുക്കേണ്ട. അരച്ചത് വെറും തേങ്ങ മാത്രം ഇട്ട് അരച്ചത്. അധികം തേങ്ങ ആവശ്യമില്ല. ഒരു പിടി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എളുപ്പത്തിൽ നമുക്ക് 3 കറികളും റെഡിയാവും. ഇത് നന്നായി വന്നിട്ട് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് ഈ പരിപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. സാമ്പാർ റെഡിയാവും. നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് പരിപ്പ് വെള്ളം ഇതിലേക്ക് ആവശ്യമുള്ള പരിപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. സാമ്പാർ, പരിപ്പ് പുളി, രസം ഒക്കെ റെഡിയായി. നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില ഇടാം. മല്ലിയില, സാമ്പാറിനുള്ള മല്ലിയിലയായി. കുറച്ച് കരിവേപ്പില, പെരുങ്കായപ്പൊടി, പെരുങ്കായത്തിൻ്റെ പൊടി. നന്നായി തിളച്ചു. നല്ല മണം. സാമ്പാർ റെഡി. നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നന്നായി തിളച്ചിട്ടുണ്ട്. എന്താ സിമ്പിളല്ലേ? എളുപ്പത്തിൽ നമുക്ക് പരിപ്പുണ്ടെങ്കിൽ നമുക്ക് 3 കറി റെഡിയാക്കാം. പരിപ്പ് പുളി നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമ്മളൊക്കെ മുമ്പ് ഇഷ്ടത്തിന് കഴിക്കും. നല്ല ഇഷ്ടമാണ് പരിപ്പ് പുളി. സാമ്പാർ റെഡിയായി. ഞാനിത് മാറ്റുന്നുണ്ട്. നമുക്ക് രസം ഒന്ന് റെഡിയാക്കാം. ഗ്യാസ് ഒന്ന് താത്തി വെച്ചിട്ട് രസം റെഡിയാക്കാം.
രസത്തിന് ഒരു ഒന്നര തക്കാളി ഉണ്ട്, ഞാൻ ഇടുന്നുണ്ട്. ഒന്ന് തിളച്ചിട്ട് ഒരു പച്ചമുളക് ഇടാം. ഇതിലിപ്പോൾ പുളി ഉള്ള കാരണം ഞാൻ ഇതിൽ പുളി ഒഴിച്ചിട്ടില്ല. പുളി നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച ശേഷം നമുക്ക് അരച്ചതൊക്കെ ഇടാം. രസം നന്നായി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പ് നമ്മൾ അരച്ച് വെച്ചത്, കുരുമുളക്, ജീരകം, കൊത്തമല്ലി, പരിപ്പ്, വെളുത്തുള്ളി, ഒരു വറമുളക് ഒക്കെ ഇട്ട് അരച്ച് വെച്ച്, കരിവേപ്പില, മല്ലിയൊക്കെ ഇട്ട് അരച്ച് വെച്ചാണ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുളിയുടെ ആവശ്യമുണ്ട്. ഞാൻ കലക്കി വെച്ച പുളിവെള്ളം ഇതിൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നു. ഇതൊന്ന് നന്നായി തിളച്ചിട്ട് ഇതിലൂടെ മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇതൊന്ന് നന്നായി തിളച്ചിട്ട് ഇതിൻ്റെ കൂടെ രസപ്പൊടി ഞാൻ പൊടിച്ചതുണ്ട്, അത് ഇടുന്നുണ്ട്. ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് രസത്തിൻ്റെ പൊടി. അത് ഞാൻ ഒരു ചെറിയൊരു സ്പൂണിൽ ഒരു സ്പൂൺ ഇടും. പെരുങ്കായപ്പൊടി. ഇത് നന്നായി തിളയ്ക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തിളച്ച് പൊന്തിയ ഇതിൻ്റെ മണമൊക്കെ പോകും. റെഡിയായി. ഇളക്കി കൊടുക്കാം. നല്ല പച്ചരച്ച രസം റെഡി ആയിട്ടുണ്ട്. അതിന് കൂടെ കുറച്ച് കരിവേപ്പില മല്ലി ഇടാം. ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്, അരയ്ക്കാൻ ഇട്ടിട്ടുണ്ട്. ഒന്നും പെറുക്കി കളയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് മല്ലിയിലയും കരിവേപ്പിലയും ഒന്ന് തിളക്കട്ടെ. നന്നായിട്ട് ഒന്ന് ചൂടാവണം. നമുക്ക് മാറ്റി വയ്ക്കാം. രസം ഇതാ തിളച്ചിട്ടുണ്ട്. നമുക്ക് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഇറക്കി വെച്ചിട്ട് നമുക്കിത് രസവും സാമ്പാറും ഒക്കെ ഒന്ന് താളിക്കണം. അപ്പം നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം. കരണ്ടി അടുപ്പിൽ വയ്ക്കുക. കുറച്ച് എണ്ണ ഒഴിക്കുക. രണ്ടിലേക്കും താളിക്കണം. രസവും സാമ്പാറിനും. പരിപ്പ് പൊടിക്ക് നമ്മൾ നേരത്തെ താളിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് കടുകിടാം. ഒരു സ്പൂണ് കടുകിടാം. കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു വറമുളക് പൊട്ടിച്ചിടാം. എന്താ എളുപ്പമല്ലേ നമുക്ക് ഉണ്ടാക്കാൻ. പരിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം 3 ഐറ്റം ആയില്ലേ. രസം, പരിപ്പ് പുളി, സാമ്പാർ. രണ്ടിക്കും 3ക്കും ഗ്യാസ് ഓഫാക്കുന്നുണ്ട്. കടുകൊക്കെ നന്നായി പൊട്ടി ഗ്യാസ് ഓഫാക്കി താളിപ്പ് ഇരിക്കണം. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പരിപ്പ് പുളി കണ്ടില്ലേ. പരിപ്പ് പുളി നല്ല രസം ഉണ്ടാകും, കഴിക്കാൻ നന്നായിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ കൂടെ ഇതാ രസം. സൂപ്പർ പച്ചയരച്ച രസമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാകും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അവർക്ക് ഒന്ന് അറിയിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നിങ്ങളുടെ പരിചയക്കാരുണ്ടാകും, ഫ്രണ്ട്സുകാരുണ്ടാകും, എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.